അപ്പോൾ ഞാൻ ഒല S1X 3rd Gen 4 കിലോവാട്ട് ഇപ്പോൾ എടുത്തിട്ട് ഇപ്പം ഒരു മാസമായി. ഒരുപാട് പേര് ഒല എടുക്കണ്ട എന്ന് തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണങ്ങൾ വണ്ടിക്ക് കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ ഇഷ്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ ഇതെടുത്തത് ഒരു അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് നല്ലൊരു റൈഡ് സമ്മാനിക്കുന്ന ഒരു വണ്ടിയാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇതെടുത്തത്. അപ്പോൾ എനിക്ക് ഈ ഒരു മാസത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ വണ്ടി ഇതുവരെ ഓക്കെ ആണ്. ബട്ട് ഓക്കെ ആണെന്ന് പറയുമ്പോഴും ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. അതിന് മുമ്പായിട്ട് ഇതിന് കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പോസിറ്റീവ് ഉണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ റൈഡിങ് കംഫർട്ടാണ്. എന്താ പറയുന്നത്, ഒരു 60-70 പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയത്തേയില്ല. ഒരു നല്ല സ്മൂത്തായിട്ട് നമുക്ക് റൈഡ് ചെയ്യാം ഇതിൽ. അതുപോലെ തന്നെ ഇതിൽ അഡ്വാൻസ്ഡ് റീജൻ പരിപാടിയും ആ പരിപാടിയും കാര്യങ്ങളൊക്കെ നൈസായിട്ടുണ്ട്. അതായത് നമുക്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ഹെൽപ്ഫുള്ളാണ്. പക്ഷെ അതും എത്ര നാൾ സ്റ്റേബിൾ ആയിരിക്കുമെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്. ഒരു 100% ഒരു 140 അടുപ്പിച്ച് എനിക്ക് നോർമലിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു കീ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും തള്ളിക്കൊണ്ട് പോകാം. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെ ഇങ്ങനെ കുറച്ച് പോസിറ്റീവുകൾ ഉണ്ടായപ്പോഴും എനിക്ക് ഫസ്റ്റ് കിട്ടിയൊരു നെഗറ്റീവ്, ഈ വണ്ടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനൊരു ചെറിയ ഇഷ്യൂ വന്നു. അപ്പോൾ ആ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുകൊടുത്തപ്പം ഒരു ദിവസമായി, 2 ദിവസമായിട്ട് ഒരു അനക്കോ അവരെ സൈഡിൽ നിന്ന് ഒരു രീതിക്കും ഒരു റെസ്പോൺസ് ഒന്നുമില്ല. അങ്ങനെ 3ാമത്തെ ദിവസമായപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കാര്യം അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലായത്. ബാറ്ററി ബോർഡിൽ എന്തോ ഒരു ചെറിയ ഇഷ്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് എപ്പോൾ മാറ്റി കിട്ടും എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ഒരു ഉറപ്പില്ല. അവരൊരു കറക്റ്റ് ഡേറ്റോ അല്ലെങ്കിൽ കറക്റ്റ് സമയമൊന്നും പറഞ്ഞില്ല. അവർ പറയുന്നത് സാധനം സ്റ്റോക്കില്ല, സാധനം സ്റ്റോക്ക് വരുമ്പോഴേ മാറ്റാൻ പറ്റുമെന്ന്. അപ്പോൾ എനിക്ക് അതുകൂടി കേട്ടപ്പോൾ എനിക്കൊരു മേലെ, കാരണം വേറെ ഒന്നുമില്ല, ഒരുപാട് ഓടിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ഓക്കെ, ഈ പ്രശ്നം വന്നാൽ നമുക്കൊരു 3-4 ദിവസം സർവീസ് സെൻറ്ററിലായാലും കുഴപ്പമില്ല. ഇത് വണ്ടി എടുത്തിട്ട് ഒരാഴ്ച ആവുന്നതേ ഉള്ളായിരുന്നു, അപ്പോഴത്തേക്കും ഈ ഒരു ഇഷ്യൂ വന്നു. അപ്പോൾ എനിക്കത് പിടിച്ചില്ല. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഞാൻ അല്ലാണ്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിലും ട്വിറ്ററിലും എല്ലാം ഇട്ട് ഇവരെ ടാഗ് ചെയ്തിട്ട് ഉടനെ എനിക്ക് വിളികൾ വരാൻ തുടങ്ങി. മെയിൻ ടീമുകളുടെ നിന്ന് വിളി വരാൻ തുടങ്ങി, കസ്റ്റമർ കെയറിൽ നിന്നൊക്കെ വിളി വരാൻ തുടങ്ങി. എന്ത് പറ്റി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് പിന്നെ ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് ഇഷ്യൂ, ഇതാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അങ്ങോട്ട് ഭയങ്കരമായിട്ടൊരു രീതിക്ക് അങ്ങ് പോയപ്പോഴത്തേക്കും ആ സംഭവങ്ങളൊക്കെ നടന്ന ഒരു 2 ദിവസത്തിനകത്ത് എനിക്ക് വണ്ടി റെഡിയാക്കി കിട്ടി. സംഭവം ഇവർ സ്റ്റോക്ക് എവിടെ നിന്നോ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് റെഡിയാക്കി കിട്ടി. അപ്പോൾ മെയിൻ ഈ വണ്ടിക്ക് എന്തെങ്കിലും രീതിക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. അത് പെട്ടുപോകും മീൻസ് കുറേ നാൾ ചിലപ്പം സർവീസ് സെൻറ്ററിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിൻ്റെ സർവീസ് മഹാകൂറയാണ്. അതെനിക്ക് ഈ ഫസ്റ്റ് എക്സ്പീരിയൻസ് നിന്ന് മനസ്സിലായി. ഈ സർവീസിൻ്റെ പരിപാടി കുറേ നാളുകൊണ്ട് ആൾക്കാർ പറയുന്നുണ്ട്. ഇതിൻ്റെ മുതലാളി എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ, ആ വ്യക്തി ഇത്രയും നാളായിട്ട് ഇത് സർവീസ് ഒന്ന് മെച്ചപ്പെടുത്താനോ ഒന്നിനും ഇത്രയും നാളായിട്ട് അയാൾ നോക്കുന്നില്ല. അയാൾക്ക് സെയിൽസാണ് പ്രധാനം. വണ്ടി വിറ്റ് കൊടുക്കുക, വണ്ടി വിറ്റ് പോവുക. അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഇതിൻ്റെ സർവീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ വന്നാൽ അത് പറ്റൂല പുള്ളിക്കാരന് റെഡിയാക്കാൻ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നി മെയിൻ നെഗറ്റീവുകളുടെ മെയിൻ കേസ് സർവീസാണ്. അല്ലാണ്ട് വണ്ടി എനിക്ക് ഇപ്പോൾ ഒരു മാസം ഓടിച്ചു ഞാൻ, എനിക്കിതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിക്കാണ് പൊക്കോണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സർവീസ് വെറും അലമ്പാണ്.